വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഞങ്ങൾ ഇന്ന് ഡോക്ടറെ കാണാൻ പോവുകയാണ്. ആദ്യം തൃശ്ശൂർ കാണണം, പിന്നെ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇപ്പം ഇറങ്ങും. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി. ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആവട്ടെ. ഓക്കെ. നല്ല മഴ കാണുന്നുണ്ട്. എനിക്കൊരു 4 വർഷം മുൻപ് ക്യാൻസർ വന്നിരുന്നു, മുഖത്ത് ക്യാൻസർ. ഇപ്പോൾ വീണ്ടും ശബ്ദം ഭയങ്കര അടവ്. അപ്പോൾ ഡോക്ടറെ കണ്ട് ഇവിടെ തൃശ്ശൂർ പോയിട്ട് ഡോക്ടറെ കാണാനിട്ട് കണ്ടൽ വേനല കഴിഞ്ഞിട്ട് ഇവിടെ രാജഗിരി പോയിട്ട് ENT ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്ത് റേഡിയേഷൻ ഡോക്ടറെ കാണണം. അപ്പോൾ ഡോക്ടറെ കാണണം. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. 10-11 മണിക്കുള്ളിലൂടെ ലൈറ്റ് എത്തണം. മറ്റത് 4 മണിക്ക്. അപ്പോൾ അവിടെ പോയി കണ്ടിട്ട് വിവരറിയണം. എന്തും കുറേ കെട്ടുകൊണ്ട് നോക്കിയിട്ട് കുറയുന്നില്ല. അപ്പോൾ പോയിരുന്നു അവിടെ തന്നെ പോയി ചെക്ക് ചെയ്യുക. രാജഗിരിയിലാണ് നമ്മൾ 20 റേഡിയേഷൻ ചെയ്ത് മാറിയത്. ശ്വാസം കിട്ടാത്ത മാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. അവർ ഒരുങ്ങണ്ട പിള്ളേരെ കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റും. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ളവരെ കൂടെ ഇതാ റഷി എല്ലാവരും പോകും. ശ്വാസം സംസാരിക്കും. ഞങ്ങളപ്പോൾ എല്ലാവരും കാറിൽ കയറി ഐതി ഡ്രസ് ചെയ്യാനുള്ള പരിപാടിയിൽ കാറിൽ വെച്ച് ഡ്രസ് ചെയ്യുന്ന നേരം പോയുണ്ട്. 11:30 നേരത്തിനോ അവിടെ എത്തണം, തൃശ്ശൂർ എത്തണം. അപ്പം എല്ലാവരും കാറിൽ കയറി തൃശ്ശൂർ വരുന്നുള്ളൂ. തൃശ്ശൂർ വഴി കയറി കഴിഞ്ഞാൽ വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റപ്പിലാണ്. ആദ്യം ഒരുത്തൻ കണ്ടില്ലേ പെട്ടകിനവിടെ കിടന്ന്. തുറക്ക്. ഇതേ കറിക്കാ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡൊന്ന് നോക്കിയാൽ 4 കൊല്ലത്തോളം ഇങ്ങനെ കിടക്കണം. ഒരു എത്ര പറഞ്ഞിട്ടും ഒരു കട്ടയില്ലോ ഒന്നും ഇടണില്ല. രാത്രി കാലങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൂവീലറൊക്കെ തൊഴിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളം മരിഞ്ഞിടണം. കുളം അടുത്തൊരു വണ്ടി വരുന്നുണ്ട്. കുളം മരി എടുക്കണം. ഇതൊന്നും ആരോടും അറിഞ്ഞിട്ടൊരു കാര്യമില്ല. കുളം കണ്ട കുളമാണ്. ഒരു കാര്യമില്ല ആരോടും പറഞ്ഞിട്ട്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്ന ടോക്കൺ വെച്ച് ഭയങ്കര ട്രാഫിക്കായിരുന്നു. വേലയിലെ ഡോക്ടറെ കണ്ടിട്ട് വേണം രാജഗിരി പോകാനായിട്ട്. ഞാൻ എത്തുമെന്ന് വിചാരിച്ചല്ലോ. ഡോക്ടറെ കണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര മഴയാണ് വരുന്നത്. കാറ് വരുന്നത്. ഇനിയിപ്പോൾ രാജഗിരിയിൽ പോകാൻ വേണ്ടി പോകണം. ഇവിടുത്തെ കണ്ടിട്ടുണ്ട്. മരുന്നൊന്നും വാങ്ങിയിട്ടില്ല. ഒക്കെ വാങ്ങും. ഇനി രാജഗിരി പോട്ടെ. മഴയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ. വേലയറ്റിന്ന് പോകണം. ഓക്കെ. ഹൈദി ആപ്പിലാണ്. വേണ്ട, ഹൈദി ആപ്പിലിന് കളിക്കിന് നല്ല മഴ. എന്താണ് നോക്കാൻ വന്നല്ല ഹൈദി അല്ലേ? മഴ എന്താണ് നോക്കാൻ വന്നത്? ഭയങ്കര മഴ, ബ്ലോക്കും ട്രാഫിക്കും എല്ലാം കൂടി. ഇപ്പം എറണാകുളം എത്തുമ്പോ എത്ര മണിയാവോ? ഐതിയെ ഭക്ഷണം കഴിക്കാൻ പോണ്. വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞില്ലേ? അവിടെ നിന്ന് മാറ്റിക്ക. വെള്ളം എല്ലാം തട്ടിക്കളഞ്ഞു പിള്ളേര്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ മന്തി അല്ലാണ്ട് കഴിച്ചിട്ട് നേരത്തെ നല്ല മഴ. പറ്റെന്ന് പറയാൻ പറ്റില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി കഴിച്ചു. ബിരിയാണി നോക്കുന്നില്ല. എല്ലാവരും കഴിക്കുന്നു. നേരെ
രാജഗിരി പോകണം. നല്ല മഴയ്ക്കൊരു കുറവില്ല. പല സ്ഥലത്തും ഉരുൾപൊട്ടൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയിൽ എറണാകുളത്ത് കയറാൻ പോകുന്നു. ദൂരെയാണ് സ്ഥലം. ഭക്ഷണമാണ് പ്രശ്നമല്ല. ബിരിയാണിയൊക്കെ കഴിച്ച് കയറാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തി. കൊടുങ്ങല്ലൂർ ചേരമ മസ്ജിദിൻ്റെ അവിടെ നിന്ന് ചായ കുടിക്കുന്നു. വരി ചായ കുടിക്കുന്നു. കൊടുങ്ങല്ലൂർ ചേരമ മസ്ജിദ് ഉള്ള ഇനി രാജീവിൻ്റെ ഓഫീസിൽ പോയി ചെക്ക് ചെയ്തിട്ട് വേണം പോരാനായിട്ട്. മഴ കുറവുണ്ട്, എനിക്ക് കുറവൊന്നുമില്ല. കുഴപ്പമില്ലാത്ത കാലാവസ്ഥ, കുഴപ്പമില്ലാത്ത കാലാവസ്ഥ. ഈ കടന്നൊന്നും യാത്രയുടെ വരാൻ പോകുന്നു. ഓക്കെ, രാജഗിരി ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഡോക്ടറെ കാണണം, കണ്ടിട്ട് വേണം. രാജഗിരി ഹോസ്പിറ്റലിലെത്തി. രാജഗിരി ഹോസ്പിറ്റലിൽ ഈ ഡോക്ടറെ കാണണം. എത്തി, എനിക്ക് ഡോക്ടറെ കാണണം. രണ്ട് രാജഗിരി പോകണം. ഓക്കെ, പിന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടറെ ഇതെടുക്കട്ടെ. ഡോക്ടറെ കാണാനുള്ള കാത്തിരിപ്പിൽ ഡോക്ടറെ കാണണം. വിദേശികളെല്ലാം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെല്ലാം വന്നിട്ടുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ഡോക്ടറെ കാണാനുള്ള കാത്തിരിപ്പിൽ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ഡോക്ടറെ കാണാനുള്ള കാത്തിരിപ്പിലാണ് കാണാൻ പോകണം. കണ്ടതിന് ശേഷം ശരിക്കും രാജ്യത്തിലെത്തി. കണ്ട വിദേശികളെല്ലാം ഉണ്ട് കാണാനായിട്ട്. ഡോക്ടറെ കണ്ടിട്ട് ഇനി വിവരങ്ങൾ പറയാം അല്ലേ. ഇതാ ഡോക്ടറെ കാണാൻ കാത്തിരിക്കണമല്ലേ. ഭയങ്കര തിരക്കണം ഹോസ്പിറ്റലിൽ. കാണാൻ പറ്റിയില്ല ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുള്ളൂ. കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നോക്കാം. ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലിൽ. ഡോക്ടറെ കാണാൻ പറ്റിയില്ല. കണ്ടതിന് ശേഷം നോക്കണ്ട. എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കാണ്. എനിക്കിനി ഡോക്ടറെ കണ്ടിട്ട് വേണം എൻഡോസ്കോപ്പി ചെയ്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയിക്കാനായിട്ട്. അതിന് ശേഷം പറ്റുള്ളൂ. അപ്പം ഇവിടെ ഭയങ്കര തിരക്കില്ല. കണ്ടതിന് ശേഷം നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. എല്ലാവരും ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ഐതിഹ്യം കെട്ടിപ്പിടിക്കുന്നുണ്ടോ? കെട്ടിപ്പിടിച്ച് കളിക്കുന്ന ഐതിഹ്യം ഭയങ്കര ഹാപ്പി. എന്ത് ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ഞാൻ പറഞ്ഞിരിക്കുക. എൻ്റെ ബില്ലടച്ച് എൻഡോസ്കോപ്പിക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നു. എൻഡോസ്കോപ്പി ചെയ്താലേ അറിയുള്ളൂ എന്താണ് ബുദ്ധിമുട്ടുള്ളത്. വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലം ഉണ്ട്. 2 ആഴ്ചയ്ക്ക് മരുന്ന് തരുന്നുണ്ട്. അതിൽ കുറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് വേറെ ഡോക്ടറെ കാണണം. അങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഞാനും ആദ്യം കൂടി മരുന്ന് മേടിക്കാൻ നിൽക്കണം. മരുന്നിന് ആദ്യം കൊടുത്ത് ബില്ലടിച്ചതിന് ശേഷം പിന്നെ നിൽക്കണം. എന്നാലേ കിട്ടുള്ളൂ. രാജഗിരിയിൽ അത് മേടിച്ചിട്ട് ബില്ലടിക്കാൻ നിന്നിട്ട് ബില്ലടിച്ച് മരുന്നിന് പോയി നോക്കണം. ആദ്യം ഞാനും കൂടി രാജിൻ്റെ ആൾക്കാർക്ക് മരുന്ന് മേടിക്കാൻ നിന്നിട്ട് നിൽക്കണം. നിൽക്കണം അല്ല, ആദ്യം ആശുപത്രിയിൽ പോകുന്നതാണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാജ്യം മരുന്നുണ്ട്. അത് കഴിച്ചിട്ട് വരാനെ പറഞ്ഞിരുന്നു. ശരിയായിട്ട് നോക്കാമെന്ന് പറഞ്ഞിരിക്കണം. അതുവഴി ഹോസ്പിറ്റലാണ് നമ്മുടെ
രാജഗിരി ഹോസ്പിറ്റൽ. നമ്മുടെ മമ്മൂട്ടി എല്ലാവർക്കും സഹായം ചെയ്യുന്നതും ഉപദേശശസ്ത്രക്രിയ ചെയ്യുന്നതും എല്ലാം ഈ ഹോസ്പിറ്റലിലാണ്. മമ്മൂട്ടിയുടെ പരിപാടികളൊക്കെ മെഗാസ്റ്റാറിൻ്റെ ഇവിടെയാണ് ഫ്രീ ആയിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുക. എന്താ ആദ്യം മേപ്പിട്ട് നോക്കണുണ്ട്, നല്ല ഉഷാറായിട്ടാണ് ആദ്യം മേപ്പിട്ട് നോക്കണത് ഉണ്ട്. ഉദയസാഗരം പരിപാടിയൊക്കെ ഉണ്ടായി ഇവിടെ. ചിത്ര അല്ലേ എന്താ ഇല്ലേ, നല്ല രസമായിട്ട് ഇല്ലേടാ ആദ്യ എന്തേ. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മരുന്ന് മേടിച്ച് വീട്ടിൽ പോവാം. ഒരാഴ്ച കഴിഞ്ഞ് കുറഞ്ഞ ഭാഗ്യം, കുറഞ്ഞേ പിന്നെ വരിക. പറഞ്ഞാലും കുറഞ്ഞാലും വരണം. അന്ന് ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്ത് അതിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ രാജഗിരി ഹോസ്പിറ്റൽ നമ്മുടെ മമ്മൂട്ടി എല്ലാവർക്കും ഹൃദയ ശസ്ത്രക്രിയയും കണ്ണ് ഓപ്പറേഷനും ഒക്കെ ചെയ്തു കൊടുക്കുക ഈ ഹോസ്പിറ്റലിൽ. ഇത്രയും നല്ല ആശുപത്രിയാണ്. വെള്ളച്ചാട്ടം ഉണ്ടോ, വെള്ളച്ചാട്ടം ഉണ്ടോ, വെള്ളച്ചാട്ടം കണ്ട ആദ്യം കണ്ടോ വെള്ളച്ചാട്ടം, ഐബി കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ ഇല്ല. ആ കിടന്ന അപ്പം മരുന്ന് കിട്ടിയിട്ട് വേണം പോകാൻ. ഓക്കെ അപ്പം പിടിക്കേ കട്ടായിട്ടില്ല ഏടാ. അമ്മനെ പിടിച്ചെടുക്കണോ, അമ്മനെ പിടിച്ചെടുക്കണോ. അങ്ങനെ രണ്ടാളും അപ്പം ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്. ഇനി ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഉണ്ടെങ്കിലും വരണം. ഒരാഴ്ച കഴിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പുറത്തേക്ക് പോകണം. രാജഗിരി ഹോസ്പിറ്റലിൻ്റെ സെറ്റപ്പണി കാണുന്നത് എല്ലാം കഴിഞ്ഞ് നമുക്കുണ്ട്. ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. മഴയും കാറ്റും ട്രാഫിക്കും നിറഞ്ഞ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ഇവിടെ എത്തിയേ കാണാനില്ലല്ല, ഒന്നും കാണാനില്ല. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു, ഭയങ്കര ഒരു ദിവസമായിരുന്നു. വണ്ടി എവിടണാവോ, വണ്ടി നോക്കി നിൽക്കണം, ഒരു രക്ഷയില്ല. നമ്മളെ വണ്ടി എവിടെ, വണ്ടി എവിടെ? വണ്ടി വന്നപ്പോൾ പറഞ്ഞല്ലോ വണ്ടി എടുക്കാൻ പോയില്ലേ, അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല, വന്നിട്ടില്ല. അപ്പം വണ്ടിയും വെയിറ്റ് ചെയ്ത് നിൽക്കണം. വണ്ടി കിട്ടിയാൽ ഞങ്ങൾ എല്ലാവരും പോകും. ഇന്നത്തെ രാജഗിരിയിൽ വന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ പോകണം. ഇനിയും മേടിക്കാൻ മരുന്ന് നമ്മുടെ ഐതി കിടന്നിട്ട് ചാടുന്നുണ്ടോ, ഐതി കൊണ്ടാ ഉണ്ടാ ചാട് കിടന്നിട്ട് ചാട് ചാട്. ഐതിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, ചാടണം. ഞങ്ങൾ രണ്ടാളെ പോകണം. അല്ല ഐതി പോവല്ലേ നമ്മൾ, അതിന് ഞാനും പോകുന്നുണ്ടായി. നേരം പോക്കിന് ഐതിക്ക് ആളുകൾ ചാട്ടക്കാരനാണ്. അപ്പം കഴിഞ്ഞില്ലേ, പോവല്ലേ പോവല്ലേ അമ്മ, പോവല്ലേ. ഇപ്പം ചെഞ്ചു കാറും കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് പോവും. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരണം പറഞ്ഞിരിക്കണം അല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞിരിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞിരിക്കണം. ഐതിയെ അപ്പം അങ്ങനെയാണ്. ശരി, അപ്പം ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. രാജഗിരി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകാൻ പോകണം. എല്ലാവർക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര മഴയും ട്രാഫിക്കും ഒക്കെ ആയിരുന്നു. രാജഗിരി ഹോസ്പിറ്റൽ ഭയങ്കര ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ കാറും കാത്ത് നിൽക്കണം. ഓക്കെ, രാജഗിരിയിൽ നിന്ന് ഇറങ്ങിയോളൂ. ട്രാഫിക് കണ്ട ഇത് ആദ്യം ട്രാഫിക്കാണ്. എങ്ങനെ പോകാം, ഇപ്പം ഇറങ്ങിയോളൂ തന്നെ ഇത്രയും ഭയങ്കര ട്രാഫിക്കാണ്. ഇതേമാതിരി ട്രാഫിക് വെച്ചിട്ട് അങ്ങോട്ട് വന്നത് ഭയങ്കര ട്രാഫിക്കാണ്. മഴ പെയ്തോടുകൂടി എല്ലാ സ്ഥലത്തും ഇവിടെ ഒന്നും സാധാരണഗതിയിൽ ട്രാഫിക് ഉണ്ടാവണമല്ല. ഇവിടെ ഇപ്പം ഭയങ്കര ട്രാഫിക്കാണ്. എങ്ങനെ വീട്ടിലെത്തും, ഇറങ്ങിയിട്ടുള്ളൂ. ഈ ട്രാഫിക് കൊണ്ട് എങ്ങനെ വീട്ടിലെത്തും നോക്കിയ കണ്ട. ആ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് പോകുന്ന കോട്ടക്കാരൻ പറയേണ്ടി. ഞങ്ങളായാലും വലിയ ഇറക്കി ഓടിച്ചിട്ടിരിക്കുന്നത് പോകാനായിട്ട്.
പക്ഷെ ഒരു രക്ഷയില്ല. എന്താ ഇതവിടെ സ്ഥലം